ഒരു കൊല്ലം കൊണ്ട് ഈ റോഡ് ത്രൂ ഔട്ട് 54 കിലോമീറ്ററും പണി പൂർത്തിയാക്കുന്നു. മന്ത്രി വന്ന് പോയിട്ട് കൊല്ലം 2.5 ഏതായാലും ആയി. അപ്പോൾ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. 8 കിലോമീറ്റർ റോഡ് പണിയാൻ 44 കോടി രൂപയാണ്. സർക്കാർ ഖജനാവിൽ നിന്നുള്ള പൈസയാണല്ലോ. മണ്ണാർക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി N. ഷംസുദ്ദീനാണ് എന്നോടൊപ്പം ഉള്ളത്. മണ്ണാർക്കാടിൻ്റെ സിറ്റിംഗ് MLA കൂടിയാണ്. 4ാം തവണയാണ് ജനവിധി തേടുന്നത്. ഇപ്പം മണ്ണാർക്കാടിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ഒരു മേഖലയാണ്. ഈ മണ്ഡലം UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 3 ടേമിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തുടർച്ചയായി ഈ നിയോജക മണ്ഡലം ഞങ്ങളെയാണ്, UDFനെയാണ് വരവേറ്റിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. ആ കാലങ്ങളിലൊക്കെ ഈ നാട് പ്രതീക്ഷിച്ച വികസനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 15 കൊല്ലക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് 15 കൊല്ലവും ജീവിച്ചത്. ഞങ്ങൾ ഒരുമിച്ച്, ഈ നാട്ടുകാരും ഞാനും ഒരുമിച്ച് നടത്തിയ യാത്രയാണിത്. ആ യാത്രയിൽ നിരവധി വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, നിരവധി ക്ഷേമ പദ്ധതികളുണ്ടായി. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് അവർക്ക് അവരുടെ ജനപ്രതിനിധിയെ കാണാനും ആ കാര്യങ്ങൾ അറിയിക്കാനും ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല. എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പാർട്ടി നേതൃത്വവും UDFൻ്റെ നേതൃത്വവും ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടാൻ എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണയും UDF ഈ നിയോജക മണ്ഡലത്തിൽ വിജയിക്കും. ഇപ്പോൾ ഈ വികസന വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, ഒരു തെരഞ്ഞെടുപ്പിന് പ്രധാനമായും വികസനമുണ്ട്, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവുമുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ പ്രചരണ രംഗത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ പിണറായി ഭരണവും ആ ഭരണത്തിൽ ഈ നാടിനുണ്ടായ പ്രതിസന്ധികളും, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു സംവിധാനത്തിൽ UDF ഗവൺമെൻറ് വരുമ്പോൾ ഇവിടെ ഞങ്ങളുടെ നേതൃത്വം പ്രഖ്യാപിച്ച, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന കർമ്മ പദ്ധതികൾ അടക്കമുള്ള നിരവധി വികസന പരിപാടികളുണ്ട്. അതാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം ഈ 10 കൊല്ലക്കാലത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും ഒക്കെ ഉണ്ട് ആ കാര്യത്തിൽ. അതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ ഈ 15 കൊല്ലത്തിനിടയിൽ ആദ്യത്തെ 5 കൊല്ലം ഞാൻ ഭരണകക്ഷിയുടെ MLA ആയിരുന്നു. ഉമ്മൻചാണ്ടിയാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിരവധി പദ്ധതികൾ ഈ മണ്ഡലത്തിന് വാരിക്കോരി നൽകിയ ഒരു 5 കൊല്ലമാണ്. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നടന്നു. തുടർന്ന് വന്ന ഭരണത്തിലും അതിനെല്ലാം ഒരു മെല്ലെ പോക്കായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ പ്രധാന വികസന പ്രശ്നങ്ങളൊക്കെ ഈ സമയത്തും പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ്, അട്ടപ്പാടി റോഡ്, ഇതിൻ്റെയൊക്കെ പണി ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ MLA എന്നുള്ള നിലയ്ക്ക് അത് വേഗത്തിലാക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ? നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ റോഡിൻ്റെ പണിയും അട്ടപ്പാടി റോഡിൻ്റെ പണിയും തമ്മിൽ ഒന്നിപ്പിച്ച് പറയരുത്. ഇത് ഈ മേലാറ്റൂർ റോഡ്, അതായത് ചുങ്കം, കുമരമ്പത്തൂർ ചുങ്കം മുതൽ കാഞ്ഞിരമ്പാറ വരെയുള്ള 18 കിലോമീറ്ററാണ് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് മണ്ണാർക്കാട് വരുന്നത്. ഇതിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങളായി. മോശമല്ലാത്ത സ്പീഡിൽ ഇതിൻ്റെ പ്രവർത്തനം പോകുന്നുണ്ട്. പിന്നെ ഈ വേനൽക്കാലം റോഡ് കീറിയിട്ടാലുണ്ടാകുന്ന വലിയ പൊടി, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നാട്ടുകാർക്കുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇപ്പോൾ ജനങ്ങളെയും ഇത് ചെയ്യുന്ന ആളുകളെയൊക്കെ സഹകരിപ്പിച്ച് വേണം അത് കൊണ്ടുപോകാൻ. അത് നടക്കുന്നുണ്ട്. ഈ പാർട്ടിക്ക് അട്ടപ്പാടി റോഡിൻ്റെ കാര്യത്തിൽ, അട്ടപ്പാടി റോഡ് കിഫ്ബിയുടെ ഉദാസീനതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അട്ടപ്പാടി റോഡ് 2017 കിഫ്ബി ഏറ്റെടുത്താണ്. വളരെ പതുക്കെ പഠനം, അന്വേഷണം, പരിശോധന എന്ന് പറഞ്ഞിട്ട് സമയം ഇങ്ങനെ കളയാണ്. വലിയ തോതിലുള്ള ഫണ്ടും വെറുതെ ചെലവഴിക്കുകയാണ്. കാരണം അവരുടെ ഒരു നിർമ്മാണ രീതിയെല്ലാം ഓവർ സ്റ്റാൻഡേർഡാണ്. 8 കിലോമീറ്റർ റോഡ് പണിയാൻ 44 കോടി രൂപയാണ്. സർക്കാർ ഖജനാവിൽ നിന്നുള്ള പൈസയാണല്ലോ.
അപ്പോൾ ഏതായാലും കിഫ്ബിയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, അതിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയ ചേരേൻ്റെ നടുക്കഷ്ണം തിന്നണം. പിണറായി കാലത്ത് കിഫ്ബിയാണ്, കിഫ്ബിയെങ്കിൽ കിഫ്ബി, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ആ പദ്ധതി വന്നത്. അപ്പോൾ കിഫ്ബി ഉണ്ടാക്കിയ കാലതാമസമാണ്. ഈ കാലതാമസം ഉണ്ടായപ്പോൾ 2023 ഇടതുപക്ഷത്തിൻ്റെ ക്ഷണം മാനിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റോട്ടിൽ വന്നു. 23 ഒക്ടോബറിലാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, 1 കൊല്ലം കൊണ്ട് ഈ റോഡ് ത്രൂ ഔട്ട് 54 കിലോമീറ്ററും പണി പൂർത്തിയാക്കുന്നു. മന്ത്രി വന്ന് പോയിട്ട് കൊല്ലം 2.5 ഏതായാലും ആയി. അപ്പോൾ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അതിലിപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു 8 കിലോമീറ്ററിൽ 1.5 കിലോമീറ്റർ മാത്രമാണ് ഇനി പണി പൂർത്തിയാവാനുള്ളത്. അത് ആ കരാറുകാരൻ്റെ വലിയ ഉദാസീനതയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ടും കാര്യമില്ല, ജനപ്രതിനിധികൾ വിളിച്ചിട്ടും കാര്യമില്ല. ഞാനത് അന്നേ പറഞ്ഞതാണ്, ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. ഈ സ്റ്റേറ്റിനെ വഞ്ചിച്ചിരിക്കുകയാണ്. ഒരു കരാറുകാരൻ എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് പണി നടക്കുന്നത്. ഫോൺ എടുക്കാതിരിക്കുക, സമയത്തിന് പണി ചെയ്യാതിരിക്കുക, ആളുകളെ റോഡൊക്കെ കീറിയിട്ടിട്ട് ആകെ കുഴപ്പത്തിലാക്കുക. ഗവൺമെൻറ്റിന് ഒരു കാര്യം ചെയ്യാം, അയാൾക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തി അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ചെയ്തില്ല സർക്കാർ. ഇപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് കാത്തിരിക്കുകയാണ് ഗവൺമെൻറ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് നിന്നുള്ള ആൾ വേണമെന്ന വലിയൊരു ആവശ്യം ഉയർന്നിരുന്നു. അത് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായി പരിഹരിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ? അല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, എല്ലാ പാർട്ടികളിലും, എല്ലാ മുന്നണിയിലുമൊക്കെ ജനാധിപത്യമല്ലേ നമ്മുടെ അടിസ്ഥാനം. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് ഏതാണോ ആ പാർട്ടിക്കും മുന്നണിക്കൊക്കെ ഏറ്റവും ഉചിതമായത് എന്നുള്ളത് ലീഡർഷിപ്പ് തീരുമാനിക്കും. അവർ തീരുമാനിച്ചു. അത് പ്രകാരം ഇപ്പോൾ ഒരു നിലക്കുള്ള വിയോജിപ്പുകളുമില്ല. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 4ാം തവണയാണ് മത്സരിക്കുന്നത്. ഈ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. മണ്ണാർക്കാടിനൊരു മന്ത്രിയെ കിട്ടുമോ? അതൊക്കെ നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ അതാ നേതൃത്വം ആ സമയത്ത് പറയട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ വരികയാണെങ്കിൽ ഏത് വകുപ്പ് അതൊക്കെ ഊഹം വെച്ച ചോദ്യങ്ങളാണ്. അതിനൊന്നും പ്രതികരിക്കുന്നില്ല. എന്തായാലും മണ്ണാർക്കാട് മണ്ഡലത്തിൽ സജീവമായ പ്രചരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ ഒരു പ്രചരണത്തിൽ തന്നെയാണ് എൻ ഷംസുദ്ദീനും UDF ഉള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.